തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF ഹൈക്കോടതിയെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് സത്യപ്രതിജ്ഞ അസാധുവാക്കിയ 20 കൗൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്നും ഈ വോട്ട് നിയമപരമായി നിലനിൽക്കുന്നില്ലെന്നുമാണ് ഹർജിയിലെ വാദം. CPIM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് സമർപ്പിച്ച ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോർപ്പറേഷൻ സെക്രട്ടറിക്കും 20 BJP കൗൺസിലർമാർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമെന്ന് സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയതിനാൽ കൗൺസിലർമാരുടെ ഇതുവരെയുള്ള നടപടികൾക്കുള്ള നിയമസംരക്ഷണം റദ്ദാക്കണമെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. 20 BJP കൗൺസിലർമാരുടെ നടപടികൾക്കുള്ള സംരക്ഷണം മുനിസിപ്പാലിറ്റി നിയമത്തിന് വിരുദ്ധമാണ്. അധികാരമില്ലാത്ത കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ തുടക്കം മുതൽ അസാധുവാണ്. സെക്ഷൻ 531 കൗൺസിലിൻ്റെ നടപടികൾക്ക് മാത്രമാണ് സംരക്ഷണം നൽകുന്നത്. അസാധുവായ സത്യപ്രതിജ്ഞയിലൂടെ പദവിയിലെത്തിയ വ്യക്തികൾക്ക് അത് ബാധകമല്ല. അസാധുവായ സത്യപ്രതിജ്ഞ നടത്തിയവർ നിയമപരമായി കൗൺസിലർമാരായിരുന്നില്ല. അതിനാൽ അവർക്ക് മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്നു. അവരുടെ വോട്ടുകൾ നിയമപരമായി അസാധുവായതിനാൽ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും അസാധുവായി പ്രഖ്യാപിക്കണമെന്നും SP ദീപക് സമർപ്പിച്ച അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പീലിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും സർക്കാരിന് പുറമെ കോർപ്പറേഷൻ സെക്രട്ടറിക്കും 20 BJP കൗൺസിലർമാർക്കും കോടതി നോട്ടീസ് അയച്ചു. എതിർകക്ഷികൾ 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദൈവങ്ങളുടെ പേര് പറഞ്ഞും ബലിദാനികളുടെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്തത് മുനിസിപ്പാലിറ്റീസ് ആക്ടിന് വിരുദ്ധമെന്ന് കണ്ടെത്തിയായിരുന്നു 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ സിംഗിൾ ബെഞ്ച് അസാധുവാക്കിയത്. കൈരളി ന്യൂസ്, കൊച്ചി.